ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പോൾ ആ ദൈവവചനത്തിന് മഹാശക്തിയുണ്ട്. ആ വചനത്തിന് ശക്തി മാത്രമല്ല, ആ വചനത്തിന് ജീവനുണ്ട്. ആ വചനത്തിന് ജീവൻ മാത്രമല്ല, ആ വചനത്തിന് മൂർച്ചയുണ്ട്. ആ വചനത്തിന് മൂർച്ച മാത്രമല്ല, ആ വചനത്തിന് ആക്യുറസിയുണ്ട്, കൃത്യതയുണ്ട്. ഒരു വചനം ദൈവത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടാൽ, ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടാൽ, അത് എവിടെ കൃത്യമായി ചെന്ന് വീഴണമെന്നും, അത് എവിടെ ചെന്ന് കൊള്ളണമെന്നും, അത് എവിടെ എന്ത് ചെയ്യണമെന്നും, അത് എവിടെ തുളയ്ക്കണമെന്നും, എവിടെ വേർപിടിവിക്കുന്നു എന്നും വളരെ വ്യക്തതയോടെയാണ് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് ഒരു വാക്ക് എങ്കിലും പുറപ്പെടുന്നത്. അതുകൊണ്ട് ആ വചനത്തിൻ്റെ കീഴിൽ തല താഴ്ത്തി സമർപ്പണത്തോടെ ഇരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ മേഖലയിൽ ഒരു വലിയ ചൈതന്യത്തിൻ്റെ, ഉണർവിൻ്റെ അനുഭവം ഉണ്ടാകാൻ പോകുന്നു. ഒരു വലിയ പ്രകാശമായി ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ ഈ തിരുവെഴുത്തിൻ്റെ കേൾവിയിലേക്ക് ദൈവിക ശുശ്രൂഷ അനുഭവിക്കുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 119 സങ്കീർത്തനം വളരെ പേര് കേട്ട ഒരു സങ്കീർത്തനമാണ്. ഏറ്റവും ദൈർഘ്യമുള്ളൊരു സങ്കീർത്തനമാണ്. ആ 119 സങ്കീർത്തനം അതിൻ്റെ 105 തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യത്തിൽ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ദൈവവചനത്തിൻ്റെ അനേക സവിശേഷതകളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ വ്യത്യസ്ത ഡൈമെൻഷൻസ് എന്താണെന്ന് നമ്മൾ ഇതിനോടകം പലവട്ടമായി പ്രസംഗിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതിൽ അനുഭവസ്ഥൻ എഴുതി വയ്ക്കുന്നു, ഈ ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. അപ്പോൾ ഒരുവൻ നടക്കേണ്ട പാതയിൽ ഇരുട്ട് മൂടി നിൽക്കുമ്പോൾ, ഒരുവൻ നടക്കാനുള്ള വഴിയിൽ അന്ധകാരം മറയായി, ഒരു ബാരിയറായി, ഒരു തടസ്സമായി നിൽക്കുമ്പോൾ, ഒരുവൻ നടക്കാനുള്ള വഴിയിൽ ഇരുട്ട് അവൻ്റെ ഗമനാഗമനത്തെ തടയുമ്പോൾ, ഒരുവൻ പോകാനുള്ള വഴിയിൽ വെളിച്ചം കണ്ട് പോകേണ്ടതിന് പകരം ഇരുട്ടുകൊണ്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അനുഭവസ്ഥൻ എഴുതി വയ്ക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു ഇരുട്ടിനകത്ത് നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ, ഇരുട്ടിനകത്ത് നിന്ന് പരിങ്ങുന്ന ഒരു അനുഭവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ മനുഷ്യന് ഒരു യാത്ര ഓപ്പണായതുപോലെ, തൻ്റെ വഴി തുറന്നു കിട്ടിയപ്പോൾ ആ അനുഭവത്തിൽ താൻ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. ഞാൻ ഈ ആത്മാവിൽ ഈ വേർഡ് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത കർത്താവിൻ്റെ ആത്മാവ് തരികയാണ്. ഇവിടെ പാതയ്ക്ക് പ്രകാശമുണ്ടായിട്ട് കാര്യം, കാലിന് പ്രകാശം കിട്ടിയിട്ട് കാര്യമില്ല, കാലിന് ദീപം കിട്ടിയിട്ട് കാര്യമില്ല, പാതയ്ക്ക് പ്രകാശം വന്നിട്ടും കാര്യമില്ല. The word is a lamp. Thy word is a lamp unto my feet and a light unto my path. ഇവിടെ കാലിന് വിളക്ക് കിട്ടിയിട്ടും കാര്യമില്ല, പാതയ്ക്ക് പ്രകാശം പരന്നിട്ടും കാര്യമില്ല. എന്ത് സംഭവിക്കണം? ഒരുവന് മുന്നേറാൻ കഴിയണം, ഒരുവന് നടക്കാൻ കഴിയണം. ഒരുത്തന് പോകണമെന്ന് ആഗ്രഹമുണ്ടായാൽ പോരാ, ഒരുവന് ഓടണമെന്ന് ആഗ്രഹമുണ്ടായാൽ പോരാ, ഒരുവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായാൽ പോരാ. അവിടെ പ്രകാശം വന്നിട്ട് കാര്യമില്ല, അവിടെ വിളക്ക് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല, അവന് പോകാൻ കഴിയണം. ഇവിടെ പോകാൻ കഴിയാതെ വിലക്കി നിർത്തിയിരുന്ന, എങ്ങനെ പോകണമെന്നറിയാതെ, വഴി എന്തെന്നറിയാതെ നിന്നിരുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ വചനം വന്നപ്പോൾ അവന് എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ തീരുമാനമെടുക്കണം, എങ്ങനെ മുന്നേറണം, എങ്ങനെ പടവെട്ടണം, എങ്ങനെ ജയിക്കണം, എവിടെ മിണ്ടാതിരിക്കണം, എവിടെ മിണ്ടണം തുടങ്ങി ഒത്തിരി അരുളപ്പാടുകൾ ഒരു വിസ്ഡമായി, ഒരു മറുപടിയായി, ഒരു ദൈവിക ഇടപെടലായി വന്ന മനുഷ്യൻ എഴുതി വച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. ഇവിടെ ദീപവും
വിളക്കും. ഇവിടെ ഇത് രണ്ടും വന്നെങ്കിലും ഈ മനുഷ്യന് മുന്നേറാൻ കഴിഞ്ഞ കാരണം എന്താണെന്നറിയാമോ? ഇവന്റെ കാലിൻ്റെ കെട്ടഴിഞ്ഞതാ. ഇവന്റെ കാലിൻ്റെ കെട്ടഴിഞ്ഞത് കൊണ്ടാ. കാലിനെ കെട്ടിയിട്ട ഒരു മനുഷ്യന്റെ മുമ്പിൽ വിളക്ക് കൊണ്ട് പ്രകാശം കാണിച്ചിട്ടോ ടോർച്ചടിച്ച് പ്രകാശം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാല് കെട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, കാലിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിളക്ക് കത്തിച്ച് ദീപം കാണിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പന്തം കത്തിച്ച് ദീപം കാണിച്ചത് കൊണ്ടോ ടോർച്ചടിച്ച് ഇതാണ് വഴിയെന്നോ പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പോൾ ഇവിടെ ദൈവം ഉറപ്പിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ ഈ പ്രതിസന്ധി നിൽക്കുന്ന മനുഷ്യന്റെ കാലിന് കെട്ടഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 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 അരുളപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്, ഇപ്പോൾ വഴി അറിയാതിരിക്കുന്ന മനുഷ്യന് നടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം വിളക്കില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയതാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു മനുഷ്യന്, എന്ത് തീരുമാനിക്കണമെന്നറിയാത്തൊരു മനുഷ്യന് ഇവിടെ ബുദ്ധിയിൽ ഒരു പ്രകാശം ഇല്ലാത്തതാണ്, അവനൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കിയതാണ്. ഇവിടെ 101 വാക്യത്തിൽ പറയുന്നു, 101 വാക്യത്തിൽ ഇങ്ങനെയാണ്, സങ്കീർത്തനം 119 101 ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെയോ കാല് പെട്ടുപോകാമായിരുന്നു. എൻ്റെ കാലിനെ വിലക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കണ്ണിനെ വിലക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കാതിനെ ചിലടത്ത് വിലക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ നാവിനെ ചിലടത്ത് വിലക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്തുകൊണ്ട്? ഞാൻ അവിടെ വിലക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കാല് കെട്ടിലകപ്പെട്ടേനെ. ഞാൻ അവിടെ എൻ്റെ കണ്ണിനെ വിലക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കണ്ണ് ബന്ധനത്തിനകത്ത് പെട്ടേനെ. എൻ്റെ കരങ്ങൾ ഞാൻ അവിടെ വിലക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കൈ കെട്ടപ്പെട്ടേനെ. എൻ്റെ കാതുകളെ ഞാൻ വിലക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കാതുകളിൽ സാത്താൻ മന്ത്രിച്ചേനെ. അതെൻ്റെ ജീവിതം പൂർണ്ണമായും കെട്ടപ്പെടുന്നതിന് കാരണമായേനെ. അതുകൊണ്ട് ഇവിടെ ദൈവം ബുദ്ധിയിൽ പ്രകാശം കൊടുത്തൊരു മനുഷ്യൻ, ദൈവം ബുദ്ധിയിൽ ഇടപെടുന്നൊരു മനുഷ്യൻ എഴുതി വെക്കുകയാണ്: നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. അപ്പൊ കാലിന്മേൽ കെട്ടില്ലാത്തൊരു മനുഷ്യൻ, കാലിന്മേൽ കെട്ടുവീഴാത്തൊരു മനുഷ്യൻ, കെട്ടുവീഴാമായിരുന്നു, ബന്ധിക്കപ്പെടാമായിരുന്നു, വഴി വിലക്കാമായിരുന്നു, മുന്നേറാൻ പറ്റാതിരിക്കാമായിരുന്നു, ജയിക്കാൻ കഴിയാതിരിക്കാമായിരുന്നു, തളർന്നു പോകാമായിരുന്നു, ദാഹിച്ചു വലയാമായിരുന്നു, വിശന്ന് ചാകാമായിരുന്നു. പക്ഷേ ചിലയിടത്തൊക്കെ വിലക്കാൻ ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട്, നീ ചിലതിനെയൊക്കെ വിലക്കണമെന്ന് ദൈവാത്മാവ് ഇടപെട്ടതുകൊണ്ട്, നീ ചിലതിനെയൊക്കെ നോ പറയണമെന്ന് ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട്, ചിലയിടത്തൊക്കെ മനസ്സിനെ ദൈവം അസ്വസ്ഥപ്പെടുത്തി അവിടുന്നൊക്കെ എസ്കേപ്പ് ചെയ്യിച്ചതുകൊണ്ട്, ചിലതിനെയൊന്നും വേണ്ട എന്ന് വെക്കാൻ ദൈവാത്മാവ് ഇടപെട്ടതുകൊണ്ട്, അത് ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു: ഇപ്പോൾ ഇവന് തടസ്സം, ഇപ്പോൾ ഇവന് തടസ്സം വചനം പ്രമാണിക്കാത്തതല്ല, വിലക്കേണ്ട വഴികളെ വിലക്കാത്തതല്ല, ഇപ്പോൾ ഇവന് മുന്നേറാൻ പറ്റാത്തതിന്റെ തടസ്സം ഇവന്റെ കാലിനൊരു ദീപം കത്താത്തതാണ്, ഇവന്റെ വഴിക്കൊരു പ്രകാശമില്ലാത്തതാണ്. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കാൻ മനസ്സ് കാണിച്ചൊരു മനുഷ്യനായതുകൊണ്ട് ലോകം ഇവന്റെ വെളിച്ചത്തെ കെടുത്തിയാലും ഞാൻ ഇവന് പ്രകാശമായിരിക്കും. ലോകം ഇവന്റെ വെളിച്ചത്തെ കെടുത്തിയാലും ഞാൻ ഇവന് പ്രകാശമായിരിക്കും. ഇതാ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു: നിങ്ങൾ ചിലത് ദൈവനാമത്തിനായി വിലക്കിയതുകൊണ്ട്, നിങ്ങൾ ചിലത് ദൈവനാമ മഹത്വത്തിനായി ചെയ്തതുകൊണ്ട്, നിങ്ങൾ ചിലത് ദൈവനാമത്തിന് പേരുദോഷം വരുമെന്ന് കണ്ട് നിങ്ങൾ ചിലടത്തുനിന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ട്, നിങ്ങൾ ദൈവവചനത്തിന് ജീവിതത്തിൽ ഇടം കൊടുത്തത് കൊണ്ട്, നിങ്ങൾ ചിലടത്ത് കണ്ണ് വിലക്കിയത് കൊണ്ട്, നിങ്ങൾ ചിലടത്ത് നാവ് വിലക്കിയത് കൊണ്ട്, നിങ്ങൾ ചിലടത്ത് പോകാതെ കാല് വിലക്കിയത് കൊണ്ട്, നിങ്ങൾ ചിലതിനെ മനസ്സിൽ നിന്ന് കളഞ്ഞതുകൊണ്ട്, നിങ്ങൾ ജീവിതത്തിൽ ഒരു വേർപാട് ആചരിച്ചത് കൊണ്ട്, കർത്താവ് പറയുന്നു: അങ്ങനെ നിങ്ങൾ ദൈവവിധി വിട്ടു പിന്മാറാതെ ജീവിച്ചതുകൊണ്ട്, നിങ്ങൾ ദൈവനാമ മഹത്വം അന്വേഷിച്ചതുകൊണ്ട്, നിങ്ങൾ തിരുനാമ മഹത്വത്തിനായി ജീവിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ വഴി അടഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ കാല് മുന്നോട്ട് വെക്കാൻ കഴിയാതിരിക്കുന്ന, നിങ്ങളുടെ പാത അടഞ്ഞിരിക്കുന്ന, ഒരു പ്രകാശം കാണാതെ ഇരുട്ടത്ത് തപ്പുന്ന ഒരു വ്യക്തിയെ പോലെ നിൽക്കുന്ന നിന്റെ കുടുംബത്തിനു വേണ്ടി, നിന്റെ ജീവിതത്തിനു വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മീയതയ്ക്ക് വേണ്ടി എന്റെ കർത്താവിന്റെ അഗ്നി ഇന്ന് രാത്രി കത്തുകയാ. ഓ റംസനെ ദർഗാ ലബാർഥേരിയാം ദർഗമനി in the mighty name of Jesus. അധീ ഞാൻ സ്വീകരിക്കുകയാണെന്ന് എത്ര പേർ പറയും? ആ ദീപം ഞാൻ സ്വീകരിക്കുകയാണെന്ന് എത്ര പേർ പറയും?
കുഞ്ഞേ, ആത്മീയമായി ചലിക്കാൻ കഴിയാതെ നിന്റെ ആത്മീയ കാലുകളെ കെട്ടിയ, ആത്മീയമായി സഞ്ചരിക്കാൻ കഴിയാതെ നിന്റെ ആത്മീയ കാഴ്ചയുടെ സഞ്ചാര ശക്തി കെട്ടിയ ആ മധ്യത്തിൽ ഇന്ന് രാത്രി കേൾക്കുന്ന ഈ ദൈവവചനത്തിന്റെ അഗ്നി കത്തുന്നു. Come on. ഈ ഡെലിവറൻസ് ആവശ്യമുള്ളവർ ഇതിനകത്തുണ്ട്. ഈ വിടുതൽ വേണ്ടവർ ഇതിനകത്തുണ്ട്. നിന്റെ കാലുകൊണ്ടെത്താൻ കഴിയുന്നിടത്തെല്ലാം നീ എത്തി. നിന്റെ കൈകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. നിങ്ങൾക്ക് പറ്റുന്നതുപോലെ എല്ലാം ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് അകത്തൊരു പ്രകാശമില്ല. അകത്ത് കെട്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കൊരു ചുവട് മുമ്പോട്ട് വെക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രകാശമായി വെളിപ്പെടും. Receive your deliverance now. Receive your deliverance now. ദൈവത്തിന്റെ പ്രകാശം, ദൈവവചനത്തിന്റെ പ്രകാശം, എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് പ്രകാശമായി ജീവിതത്തിൽ വെളിപ്പെട്ടാൽ കാലുകൾ എത്താത്ത ഇടത്ത് നിന്റെ കാല് ചവിട്ടി പോകരുതെന്ന് പറഞ്ഞെടുത്ത്, നിങ്ങളുടെ കാല് കുത്താൻ പറ്റുകയില്ലെന്ന് കരുതിയ ഇടത്ത്, അതേത് രാജ്യത്തിലോ ഏത് മണ്ണിലോ ഏത് ഭവനത്തിലോ ഏത് ദേശത്തിലോ ഏത് ഉന്നതന്മാരുടെ കൊട്ടാരത്തിലോ അത് കാലിന്മേൽ വചനത്തിന്റെ തീ കത്തിയാൽ നിന്നെ അവിടെ എത്തിച്ചേ വിടുതൽ കിട്ടത്തുള്ളൂ. Amen. Ramseneme kandala bagayanda rindanaremegentele. നിങ്ങൾ കാല് കുത്തിയേ വിടുതൽ കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന സ്ഥലങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നീ വന്ന് പ്രാർത്ഥിച്ചാലേ വിടുതലുള്ളൂ എന്ന് പറയുന്ന ഭവനങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ദൈവവചനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് അന്ധന്മാർക്കും ഇരുട്ടിൽ തപ്പി നടക്കുന്നവർക്കും വഴികാട്ടിയാ. ഇന്നൊരു അന്ധതയിലാണോ? സാമ്പത്തികമായി എന്ത് ചെയ്യണമെന്നറിയാതെ, സാമ്പത്തികത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നൊരു വ്യക്തിയാണോ? വഴികളെല്ലാം അടഞ്ഞിട്ട് ഇനി സഹായത്തിന് ആരുടെ മുമ്പിൽ കൈ നീട്ടണം, ആരുടെ മുമ്പിൽ പോയി ഇനി തലകുനിക്കണം, ആരുടെ മുമ്പിൽ പോയി ഇനി പ്രാർത്ഥിക്കണം, ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണോ? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യത്തിനും ഒരു നീക്കുപോക്ക് കിട്ടുന്നില്ല എന്നുള്ള ദുഃഖത്തിലാണോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവവചനം, ഇന്ന് കേൾക്കുന്ന ദൈവവചനം ഒരു പ്രകാശമായിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. നിങ്ങളുടെ കാതുകളിൽ ഇത് എത്തുന്നത് ഒരു പ്രകാശമായിട്ടാണ്. രണ്ടാമത് സങ്കീർത്തനങ്ങൾ പറയുന്നു, ദൈവത്തിൻ്റെ 4 ശക്തികളിൽ, ദൈവവചനത്തിൻ്റെ 4 ശക്തികളിൽ, ദൈവവചനത്തിന് 4 ശക്തികളല്ല ഉള്ളത്, നമ്മുടെ സമയമനുസരിച്ച് ഇന്ന് 4 ശക്തികൾ എടുക്കാനേ പറ്റത്തുള്ളൂ. ദൈവവചനത്തിൻ്റെ 4 ശക്തികളിൽ 12ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പറയുന്നു, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ആദ്യമേ ശുദ്ധീകരിക്കുമ്പോൾ വെള്ളിയല്ല പുറത്ത് വരുന്നത്, അതിൻ്റെ പുറകിൽ ഒരുപാട് രൂപങ്ങൾ മാറി എല്ലാം നമുക്ക് എടുത്ത് സംസാരിക്കാനുള്ള ടൈമില്ല. രൂപങ്ങൾ പലത് മാറി ചിലതൊക്കെ ഉരുകി അശുദ്ധിയെല്ലാം മാറി പ്യുവറായിട്ടുള്ളൊരു വെള്ളിയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ തന്നെ സ്വർണവും അങ്ങനെ തന്നെയാണ് സ്വർണവും ശുദ്ധീകരിച്ച് എടുക്കുന്നത്. അപ്പം അതുപോലെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിനകത്ത് ഫിൽട്ടറുണ്ട്. ഒരു വ്യക്തിയെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ, ഒരു വ്യക്തിയുടെ ഭാവിയെ പുതിയൊരു ഭാവിയാക്കി മാറ്റാൻ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പുതിയൊരു സ്വഭാവമാക്കി മാറ്റാൻ, ഒരു വ്യക്തിയുടെ ദർശനത്തെ പുതിയൊരു ദർശനമാക്കി മാറ്റാൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ പുതിയൊരു ജീവിതമാക്കി മാറ്റാൻ. അങ്ങനെ 7 പ്രാവശ്യമാണ് ശുദ്ധീകരിക്കേണ്ടതെങ്കിൽ 7 പ്രാവശ്യം,
70 പ്രാവശ്യമാണ് ചെയ്യേണ്ടതെങ്കിൽ 70 പ്രാവശ്യവും ശുദ്ധീകരിക്കുന്ന അസാധാരണമാകുന്ന ഒരു ഫിൽട്രേഷൻ യൂണിറ്റാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലരെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു, ചിലരും കൂടെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു, ഇന്ന മേഖലയിൽ കൂടെ ഒന്ന് രൂപാന്തരപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 വട്ടം ശുദ്ധി ചെയ്യുന്ന വെള്ളി പോലെ ദൈവത്തിൻ്റെ വചനം നിന്റെ വീട്ടിൽ വരുമ്പോൾ ഒരാൾക്കുള്ള സ്വഭാവമേ അവിടെ നൽകാൻ പറ്റത്തുള്ളൂ, ഒരാൾക്കുള്ള സ്ട്രെങ്തേ അവിടെ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ, ഒരാൾക്കുള്ള അഭിഷേകമേ അവിടെ പ്രയോജനപ്പെടുത്തുള്ളൂ, ഒരാൾക്കുള്ള വിശ്വാസമേ അവിടെ പ്രവൃത്തിയായി വെളിപ്പെടത്തുള്ളൂ എന്നതുപോലെ ദൈവത്തിൻ്റെ വചനം വചനമായി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, അത് നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ, അത് നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു അസാധാരണമാകുന്ന ഒരു രൂപാന്തരമാണ്, ഒരു ട്രാൻസ്ഫിഗറേഷനാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവശക്തിയുടെ ഹൈ വോൾട്ട് പവർ ആരെയൊക്കെയോ ശുദ്ധീകരിക്കാൻ ഈ സെക്കൻഡിൽ പുറപ്പെടുകയാണ്. എവിടെയൊക്കെയോ ഇരുന്ന് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാക്ഷിക്കുന്ന, ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി കാക്ഷിക്കുന്ന നിങ്ങളുടെ വീടിനകത്ത് അസാധാരണമായ ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ ഈ സമയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അതിന് രൂപാന്തരപ്പെടുത്താനുള്ള, മനുഷ്യനെ രൂപാന്തരപ്പെടുത്താനുള്ള അസാധാരണമാകുന്നൊരു ശക്തിയുണ്ട്. നിങ്ങൾക്കൊരു രൂപാന്തരമില്ലേ? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു രൂപാന്തരമില്ലേ? നിങ്ങളെന്ന വ്യക്തിയിലെ പഴയ സ്വഭാവങ്ങളെ പൂർണ്ണമായി നിങ്ങൾക്ക് വിലങ്ങിടാൻ കഴിയുന്നില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നില്ലേ? നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു കാരണക്കാരനാകാതിരിക്കെ നിങ്ങളെ ആത്മയുദ്ധത്തിലൂടെ നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന, ഒരു രൂപാന്തരപ്പെടാൻ സമ്മതിക്കാത്ത നിലയിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഡീമോണിക് ഇൻഫ്ലുവൻസ് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ പറയുന്നു, 7 വട്ടം ശുദ്ധി ചെയ്ത ഒരു വെള്ളി പോലെ കർത്താവ് എത്ര ആഴങ്ങളിലേക്ക് സൂക്ഷ്മമായി നിങ്ങളിലേക്ക് കടന്നു വന്ന് എവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ എറർ ഫിക്സ് ചെയ്ത് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ, ഒരു പുതിയ ഭാവിയുള്ള വ്യക്തിയാക്കി മാറ്റാൻ, ഒരു പുതിയ അഭിഷേകമുള്ള വ്യക്തിയാക്കി മാറ്റാൻ കർത്താവ് നിൻ്റെ അടുത്ത് നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു. ആരെയോ ഈ സെക്കൻഡിൽ ദൈവാത്മാവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഡീപ്പ് ക്ലെൻസിങ് ഈ സമയം നടക്കുകയാണ്. ഡീപ്പ് ക്ലെൻസിങ്. ഒന്നെല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഒരു ഡീപ്പ് ക്ലെൻസിങ് നടക്കുകയാണ് ഈ സെക്കൻഡിൽ. എവിടെയോ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ഈ വചനം ആഴത്തിൽ ഇറങ്ങി വരികയാണ്. ഇതിനകത്ത് കരഞ്ഞുകൊണ്ട് കേൾക്കുന്ന ചിലരുടെ ജീവിതം മാറുന്ന ഒരു സമയമാണ് ഇത്. കരഞ്ഞുകൊണ്ട് അറ്റൻഡ് ചെയ്ത ചില മക്കളുടെ ജീവിതം മാറുന്നൊരു സമയമാണ്. ഇരുട്ടിലും അന്ധതയിലും തപ്പി നടക്കുന്നൊരു മനുഷ്യന് ഒരു പ്രകാശമായി ഇന്നത്തെ ശുശ്രൂഷ ദൈവാത്മാവ് മാറ്റുകയാണ്. ആമേൻ. മൂന്നാമത്തെ ദൈവവചനത്തിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താണെന്നറിയാവോ? 119 തന്നെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 119 സങ്കീർത്തനം 119 അതിൻ്റെ 97 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കിയേ. 97 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ന്യായപ്രമാണം എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാകുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. നിന്റെ കൽപ്പനകൾ എന്നെ നിന്റെ ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. ശ്രദ്ധിക്കണേ, വാക്കുകൾ ശ്രദ്ധിക്കണം. ബുദ്ധിമാനാകുന്നു, ബുദ്ധിമാനാക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. കേൾക്കണേ, വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. കണ്ടോ, നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. 103 സങ്കീർത്തനം.
നിന്റെ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ ന്യായപ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. കേട്ടോ, വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു. ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റ്, ഇത്രയും വാക്യങ്ങൾ വായിച്ചതിൽ നിന്ന് തന്നെ ഒരു വ്യക്തി ഈ വാക്യം വായിക്കുകയാണെങ്കിൽ എന്തൊക്കെ ആ വ്യക്തിയിൽ ദൈവവചനം അറ്റ് എ ടൈം ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ? ഒന്ന്, അദ്ദേഹത്തിൽ ഒരു രൂപാന്തരം വരുത്തുന്നു. രണ്ട്, ആ മനുഷ്യൻ എത്ര അല്പബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിലും ജ്ഞാനിയായ ഒരു മനുഷ്യനാക്കുന്നു. മൂന്ന്, ആ മനുഷ്യനെ വിവേകമുള്ളൊരു വ്യക്തിയാക്കുന്നു. നാല്, ആ മനുഷ്യനെ ശത്രുവിനെ എങ്ങനെ ജയിക്കണമെന്ന ബുദ്ധി ആ മനുഷ്യൻ്റെ പക്കലുണ്ട്. 4 കാര്യങ്ങൾ അറ്റ് എ ടൈം ഈ 4 വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്തിന് ഇടം കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ ആത്മാവ് അടിവരയിട്ടും മുദ്രയിട്ടും ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ സംസാരിക്കുമ്പോൾ ഇനി പറയുക, ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ഒന്ന്, അവനെ ശത്രുവിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ശത്രു അടുത്ത് നിന്നാൽ പോലും ഒരു ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന ബുദ്ധിയുള്ളവനായതുകൊണ്ട് ആ ബുദ്ധിയുള്ളവനാക്കിയത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ഇവിടെ പറയുമ്പോൾ, അല്പജ്ഞാനിയെ ബുദ്ധിയുള്ളൊരു മനുഷ്യനാക്കി, ജ്ഞാനിയായ ഒരു മനുഷ്യനാക്കി ദൈവവചനം മാറ്റിയെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തി ദൈവവചനത്തിൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതൊന്നും കാണത്തക്ക വണ്ണമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത് കാണാതെ വണ്ണം നമ്മുടെ അകത്ത് നടക്കുന്ന എന്തോ വല്ലാത്ത ഒരു ആത്മപ്രവൃത്തിയാണ്. ഇന്ന് ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മക്കളുടെ ബുദ്ധിക്ക് വേണ്ടിയും ഭാവിക്ക് വേണ്ടിയുമാണോ പ്രാർത്ഥിക്കുന്നത്? ഒരു വ്യക്തിയുടെ രൂപാന്തരത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ളൊരു പുതിയ ബലത്തിനും അഭിഷേകത്തിനും വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഈ സമയം ഔവണ്ണം നിങ്ങളെ ആക്കി തീർക്കുന്ന, ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അസാധാരണമാകുന്ന ഒരു ദൈവവചനത്തിന്റെ ശക്തി നിങ്ങൾ ഇരിക്കുന്ന ദിശയിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന ദിക്കിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിലേക്ക്, നിങ്ങളുടെ മേലേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേലേക്ക് ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. ഇവിടെ ബുദ്ധി കെട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ അഴിയപ്പെടട്ടെ. വിവേകത്തെ ബന്ധിച്ച അവസ്ഥകൾ അഴിയപ്പെടട്ടെ. ജ്ഞാനത്തെ കെട്ടിയ കെട്ടുകൾ അഴിയപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വചനത്തിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്യുന്നു. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എന്റെ ബുദ്ധിയിൽ ഒരു വലിയ വ്യത്യാസം വരട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കും? ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എന്റെ ബുദ്ധിയിൽ ഒരു ഭയങ്കര ഡെലിവറൻസ് നടക്കട്ടെ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എന്റെ ജ്ഞാനത്തിൽ ഒരു ഭയങ്കര വർധനവ് വരട്ടെ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എന്റെ വിവേകത്തിൽ ഒരു ഭയങ്കര ചൈതന്യം. കമോൺ. മക്കളുടെ ബുദ്ധിയെ കെട്ടിയെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിയെ കെട്ടിയെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധയെ കെട്ടിയെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഹത്വം. ഓ ജീസസ് മെമമയശന ഫറമശൽ കരമന്ദരബകോ രംധരരമേഖോനോ ഹോളി ഗോസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഏത് ചരട് കൊണ്ട്, ഏത് വാക്കുകൊണ്ട് കെട്ടിയ ബുദ്ധികളും ഇന്ന് ദൈവത്തിന്റെ വചനശക്തിയിൽ അഴിയട്ടെ. അസാധാരണ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. നാലാമത്തെ ദൈവവചനത്തിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ 19-ാമത്തെ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം വായിക്കുമ്പോൾ, അവർ വിശന്നും അവർ ഏറ്റവും വലഞ്ഞും ദേശത്തു കൂടി കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. പത്തൊൻപതാമത്തെ വാക്യം, അല്ലെങ്കിൽ നിങ്ങൾ 18 മുതൽ വായിച്ചേ. 18 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിടികിട്ടത്തുള്ളൂ. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു.
കേട്ടോ, നിങ്ങളൊരടയാളവും നിങ്ങളൊരത്ഭുതവും ആയിരിക്കും. നിങ്ങളൊരടയാളവും നിങ്ങളൊരത്ഭുതവും ആയിരിക്കും. എങ്ങനെയാണ് ആകുന്നത്? വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? 20-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതിലേക്കൊന്ന് വന്നേ. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നുവെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടി കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവരിൽ ആരെങ്കിലും ഒരു വ്യക്തി ഒരു ദൂത് കേൾക്കാനോ ഒരു പ്രവചനം കേൾക്കാനോ ഒരരുളപ്പാട് ചോദിക്കാനോ ഒരു വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടിയോ ദൈവഹിതമില്ലാത്ത ഒരിടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുവെങ്കിൽ, വെളിച്ചപ്പാടന്മാരോടോ ലക്ഷണവാദികളോടോ കൂടോ നിങ്ങൾ കൂട്ടുകൂടുന്നുവെങ്കിൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ദാഹം, ഏറ്റവും വിശപ്പ്. ഇത് കേവലം നാവിൻ്റെ ദാഹവും വയറിൻ്റെ വിശപ്പും അല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഡ്രൈനസ് അനുഭവപ്പെടും. ഒരു കാര്യത്തിലും തൃപ്തി ഉണ്ടാകത്തില്ല. അതൊരു ശാപമാണ്. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, അരുളപ്പാട് ചോദിക്കുന്നെങ്കിൽ ദൈവത്തോടല്ലേ ചോദിക്കേണ്ടത്? എനിക്ക് നിങ്ങളോട്, എസ്പെഷ്യലി എഫദായിൻ ജീസസ് മിനിസ്ട്രീസിൽ ചില വർഷങ്ങളായെങ്കിലും ചില മാസങ്ങളായെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കൾക്കറിയാം, നമ്മൾ ഇതിനകത്ത് പ്രവചിക്കാറുണ്ട്, പല തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. പക്ഷേ കേവലം ഒരു പ്രവചനത്തിൻ്റെ ദൂതിനു വേണ്ടി മാത്രം നമ്മളൊന്നും ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കാറില്ല. ഒരു പ്രവചനം വല്ല വിധേനയും കേൾക്കണം, അങ്ങ് ആശ്വാസം കൊണ്ടുപോകണം, അത് പഠിപ്പിക്കാറില്ല ഇതിനകത്ത്. അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും എന്നോട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല എന്ന് പറയും, ഞാൻ അങ്ങനെ പ്രവചിക്കത്തില്ല എന്ന് പറയും. പക്ഷേ ഇന്നൊരു കാര്യം ഞാൻ ചെയ്യുന്നു, അതിനകത്ത് വിജയം ഉണ്ടാവുമോ, ഒന്ന് പ്രവചിച്ച് പറയാമോ? ഞാൻ പറയത്തില്ല. പക്ഷേ ഇങ്ങനൊരു പ്ലാനിങ് ഉണ്ട്, ആ കാര്യം സക്സസ് ആവുമോ ചോദിക്കും, ഞാൻ പറയത്തില്ല. എന്നിട്ട് നിങ്ങൾ സ്വയം ദൈവത്തോട് ചോദിക്കാൻ പറയും. നിങ്ങൾ സ്വയം ദൈവത്തോട് ചോദിച്ച് തിരുവചനം തുറക്കാൻ പറയും. എന്താ അതിനകത്ത് പറയുന്നത്? ദൈവം നമ്മളിൽ ഒരു പ്രവാചക ആത്മാവിട്ടേക്കുന്നത്, അങ്ങനത്തെ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം നമ്മുടെ മേലൊരു പ്രവാചക ആത്മാവിട്ടേക്കുന്നത്, നിങ്ങളെന്ന വ്യക്തി പ്രവചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ പെറ്റായി മാറണം. അതാണ് ആത്മാവിൻ്റെ പ്രവൃത്തി. അല്ലാതെ നിങ്ങൾ നാളെ ഇവിടെ വന്നോ, നിങ്ങൾ നാളെ വേറെ ഏതെങ്കിലും പൈശാചിക കേന്ദ്രത്തിൽ പോയോ, ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് ആണോ ദൈവം അങ്ങനെ ചെയ്യുമോ, സക്സസ് ആവുമല്ലേ, ഉയ്യോ ഞാൻ മില്യണയർ ആവുമല്ലേ, താങ്ക് യു പാസ്റ്റർ, അവിടെ വിട്ടു, നേരെ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നാളെ പോയാൽ ഞാൻ പ്രവചിച്ച ആത്മാവിനെ ഞാൻ വില കൊടുക്കേണ്ടി വരത്തില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവചനം, ദൂത്, ഇതെല്ലാം നല്ലത് തന്നെ, ഇതെല്ലാം ദൈവം തന്നെയാണ് വെച്ചേക്കുന്നത്, ഇതെല്ലാം ദൈവം തന്നെയാണ് തന്നേക്കുന്നത്. പക്ഷേ അതിനെ നിങ്ങൾ ദയവ് ചെയ്ത് മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾ അതിലേക്ക് നോക്കി നിങ്ങൾ ആ ആത്മാവിനെ നിങ്ങൾ വിലയിടരുത്. ആ ആത്മാവിന് നിങ്ങൾ വിലയിടരുത്. ഇപ്പോൾ ഒരു പ്രവാചകൻ്റെ മേലുള്ള പ്രവാചക ആത്മാവിന് നിങ്ങൾ വിലയിടരുത്. എനിക്ക് ഒരു കാര്യത്തിൻ്റെ, എൻ്റെ പയ്യൻ ഭയങ്കര മദ്യപാനാണ്, അവൻ്റെ മദ്യപാനം ഏത് ഡേറ്റിൽ തീരും, ഒന്ന് പ്രവചിച്ച് പറയാമോ? അത് പ്രവാചകൻ്റെ ആത്മാവിന് പറയാൻ പറ്റുന്ന കാര്യം, അത് ആ പയ്യൻ തീരുമാനിക്കണം മദ്യപാനം നിർത്തണമെന്ന്. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ അത് നിർത്തണമെന്നുണ്ടെങ്കിൽ അയാളും കൂടെ തീരുമാനിക്കണം. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശപ്പ് വർദ്ധിക്കത്തേ ഉള്ളൂ, ദാഹം വർദ്ധിക്കത്തേ ഉള്ളൂ. നമ്മളൊരു പ്രവചനം കേട്ടുകൊണ്ട് എക്സാം എഴുതാൻ പോകണ്ട, നമ്മളൊരു പ്രവചനം കേട്ടുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകണ്ട. പ്രവചനവും വാഗ്ദത്വമൊക്കെ നിങ്ങളോടുണ്ട്. പക്ഷെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മൾ അതിനകത്ത് ക്വാളിഫൈഡ് ആകുക, നമ്മൾ അതിനകത്ത് നമ്മുടെ പാർട്ട് ചെയ്യുക, ദൈവത്തിൻ്റെ പാർട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക, വിശ്വാസത്തോടെ പോവുക, ജയിച്ച് മുന്നോട്ട് വരിക.
യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഇവിടെ തിരുവെഴുത്ത് പറയുന്ന അരുളപ്പാട് ചോദിക്കുന്നെങ്കിൽ ദൈവത്തോടല്ലേ ചോദിക്കേണ്ടത്. അപ്പം ദൈവം എവിടെയോ മ്യൂട്ടായിരുന്ന സമയം, ദൈവം എവിടെയോ മിണ്ടാതിരുന്ന സമയം, ഈ ജനത്തിന് വേറൊരാൾ ഇതേ പണി ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടാനൊരു താല്പര്യം ഉണ്ടായി. വേറൊരാൾ ഇതിനേക്കാൾ ചുട്ടകോഴിയെ പറപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് ഓടാനൊരു ഭയങ്കര ഇതുണ്ടായി. ഇവിടെ ചെന്നാൽ 2 ദിവസത്തിനകത്ത് നടക്കുന്നത് അവിടെ ചെന്നാൽ 2 മണിക്കൂറിനകത്ത് നടക്കുമെന്ന് കേട്ടപ്പം അങ്ങോട്ട് ഓടാനൊരു വ്യഗ്രതയുണ്ടായി. തിരുവെഴുത്ത് പറയുന്ന ആ ജനത്തിന് ഏറ്റവും ദാഹവും ഏറ്റവും വിശന്നും ദേശത്തു കൂടെ കടന്നു പോകും. അപ്പോൾ അവർ ദൈവത്തെ തന്നെ ശപിച്ചിട്ട് ദൈവത്തിൻ്റെ മുകളിലേക്ക് നോക്കും. അവർ ദൈവമെന്ന് പറഞ്ഞതിനെ ശപിച്ചിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ശരിയായ പ്രകാശം അവർ കാണുന്നത്, ശരിയായ പ്രകാശം കാണുന്നത്. ഞാൻ ആത്മാവിൽ പറയുന്നു, വ്യാജാത്മാവിനാൽ ഇതിനകത്ത് ആരെയെങ്കിലും സാത്താൻ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ വിടിപ്പിക്കുന്ന ദൈവവചനത്തിന് ഹൃദയം സമർപ്പിക്കുക, ബുദ്ധി സമർപ്പിക്കുക, ചിന്ത സമർപ്പിക്കുക, ലൈഫ് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുന്ന ഒരു ടൈമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ബുദ്ധി തുറക്കുന്നൊരു സമയമാണ്. ദൈവാത്മാവ് നിങ്ങളെ വിടിവിക്കുന്ന ഒരു സമയമാണ്. വ്യക്തികളുടെ ജീവിതത്തെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാമത്തെ അധ്യായത്തിലേക്കും കൂടെ ഒന്ന് വേഗം വന്നാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവർ പ്രസംഗിച്ച വചനം അവരെ രക്ഷിക്കാത്തതെന്തെന്നും അവർ പ്രസംഗിക്കുന്ന വചനത്തിന് മുകളിൽ സംസാരിച്ച യഹൂദന്മാരോട് അവരുടെ വാക്കുകളെ ഖണ്ഡിച്ച് കളഞ്ഞത്, അവരുടെ ആരോപണങ്ങളെ ഖണ്ഡിച്ച് കളഞ്ഞത്, അവരുടെ ആലോചനയെ ഖണ്ഡിച്ച് കളഞ്ഞത് എങ്ങനെയെന്നറിയാവോ? ദൈവവചനത്തെ തിരുവെഴുത്തുകളാൽ തെളിയിച്ച്, അവിടെ തെളിയിക്കേണ്ടടുത്ത് പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവചനം സത്യമെന്ന് ചിലർ വിശ്വസിക്കാൻ പ്രവൃത്തികൾ വെളിപ്പെടുത്തണമെങ്കിൽ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവചനം നേരുള്ളതെന്ന് പറയുന്നതിന് അവിടെ ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കണമെങ്കിൽ ദൈവം ദൂതനെ ഇറക്കും. കാരണം നിങ്ങളുടെ തല കുനിയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, നിങ്ങളുടെ വാക്ക് ഖണ്ഡിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, നിങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തിരുവെഴുത്ത് ഇങ്ങനെയാ പറഞ്ഞത്, യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഇന്ന് ഞാൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ചില ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ശത്രുവിനെ നിങ്ങൾ ഖണ്ഡിച്ചു കളയുന്നൊരു ടൈം വരുന്നു. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ ബലത്തെ നിങ്ങൾ ഖണ്ഡിച്ചു കളയുന്നൊരു സമയം വരുന്നു. നിങ്ങളുടെ വായിലെ വാക്കും നിങ്ങളുടെ പ്രാർത്ഥനയും ചിലരുടെ ആരോപണങ്ങളെ ഖണ്ഡിച്ചു കളയാൻ പോകുവാണ്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ എഴുത്തുകളെ നിങ്ങൾ ഖണ്ഡിക്കാൻ പോകുകയാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അത് അപ്പോസ്തലന്മാർ മരിച്ചിട്ടല്ല ദൈവം തെളിയിച്ചത്. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർന്നു നിന്ന സമയം തന്നെ സ്വർഗം അത് തെളിയിച്ചതുപോലെ ഞാൻ ആത്മാവിൽ ആരോടോ ഈ ഒരു അരുളപ്പാട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ചിലരുടെ വാക്കുകളെ ഇപ്പോൾ ഖണ്ഡിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ചിലരുടെ പരിഹാസങ്ങളെ നിങ്ങൾക്ക് ജയിച്ചു മുന്നേറാൻ കഴിയുന്നില്ല. ചിലരുടെ ശാപവാക്കുകളെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നില്ല. ചിലരുടെ ആരോപണങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു സീസൺ അങ്ങോട്ട് കഴിഞ്ഞപ്പോ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വന്ന യഹൂദന്മാരുടെ വാക്കുകളെ ഖണ്ഡിക്കത്തക്കവണ്ണം ദൈവം ചില അടയാളങ്ങൾ വെളിപ്പെടുത്തിയതുപോലെ, ദൈവം ഒരു ഇടപെടലിനായി കൈ നീട്ടിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗഹസ്തം ഇന്നത്തെ ഈ മീറ്റിംഗിലൂടെ ദൈവം വെളിപ്പെടുത്തുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. In the name of Jesus Christ. ഈ സെക്കൻഡിൽ ആത്മീയമായി മങ്ങിയ ചിലരെ കർത്താവ് സ്പർശിക്കുകയാണ്. ആത്മീയമായി മങ്ങിയിരിക്കുന്ന ചിലരെ ദൈവം സ്പർശിക്കുന്നു. ആത്മീയമായി മടുത്തു തുടങ്ങിയ ചിലരെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു തുടങ്ങിയ ചിലരെ ദൈവവചനത്തിന്റെ പ്രകാശം സന്ദർശിക്കുന്നു. Receive your power now. Lemo santenima kayandalabo In the name of Jesus. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും.
ഓ ജീസസ്, 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 ജീസസ്. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. നിങ്ങളെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരു വ്യക്തിയാക്കുന്ന, നിങ്ങളെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരു വ്യക്തിയാക്കുന്ന, അന്ധകാരം കണ്ട് നീ ഭയപ്പെട്ടിരുന്ന കാലം കഴിയാൻ പോകുക സുഹൃത്തെ. അന്ധകാരത്തിനകത്ത് നീ ജീവിച്ച നാളുകൾ നീ മറന്നു പോകാൻ പോകുക. ഒരു ദൈവിക പ്രകാശം നിങ്ങളുടെ ഭവന കമോൺ ഒന്ന് പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. അസാധാരണ ദൈവശക്തി ഇതിനകത്ത് മൂവ് ചെയ്യുന്നു. അസാധാരണ ദൈവശക്തി മൂവ് ചെയ്യുന്നു. ഞങ്ങൾ വായിച്ച ഈ വചനം, ഞങ്ങൾ ധ്യാനിച്ച ഈ വചനത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ലൈഫിൽ റിലീസ് ചെയ്യാണ്. ഈ എല്ലാ ഇരുട്ടും ഈ സെക്കൻഡിൽ മാറട്ടെ. എല്ലാ മേഖലകളിലും നിഴലിച്ചു നിൽക്കുന്ന, എല്ലാ മേഖലകളിലും വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിനെ ഈ ദൈവവചന പ്രകാശമയച്ച് ഞങ്ങൾ റിമൂവ് ചെയ്യുകയാണ്. എല്ലാ ദൈവമക്കളും, എല്ലാ ദൈവമക്കളും ആ വചനത്തെ റിലീസ് ചെയ്യുക, വചനത്തെ റിലീസ് ചെയ്യുക, വചനത്തെ തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. ഒന്നുകൂടെ. തേനിലും മധുരവാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. പ്രിയ കർത്താവേ, ഈ ദൈവവചനത്തെ രുചിച്ച, ഈ ദൈവശക്തിയെ രുചിച്ച, അത് തേനിനേക്കാൾ മധുരമുള്ളതെന്ന് തിരിച്ചറിഞ്ഞ ഓരോ ദൈവമക്കളും ഇതിനകത്തിരിക്കുന്ന കർത്താവേ, അവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ അവരുടെ മേൽ ഇറങ്ങട്ടെ. എല്ലാ അന്ധകാരവും അന്ധതകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ തൊഴിലിൽ നിന്ന്, ഇവരുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ആരോഗ്യത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവവചന പ്രകാശത്താൽ നീങ്ങിപ്പോകട്ടെ. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോകുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ചേർന്ന് പറയാം, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും ധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബി വിത്ത് യു.